ഭൂമിയിടത്തോളം പോയി സകല ജാതികളെയും ശിക്ഷരാക്കിക്കൊള്ളുന്നു ഞങ്ങളോട് അരുളി ചെയ്ത നല്ല കർത്താവേ, അനുഗ്രഹീതമാകുന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മണിയമ്പട്ടിയുടെ പ്രദേശത്ത് ഒരു മിഷൻ പ്രവർത്തനം ആരംഭിക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി നന്ദി. ഈ ദേശത്ത് അല്പം ഫലം വാങ്ങുവാൻ കർത്താവ് അനുഗ്രഹിച്ചല്ലോ. ദൈവം എല്ലാത്തിനുമായി സ്തോത്രം ചെയ്യുകയാണ്. ഒട്ടിക്കൽ സഭയ്ക്കായി, എംപ്ലോയീസ് അസോസിയേഷനായി സ്തോത്രം ചെയ്യുന്നു. മണിയമ്പട്ടി ദേശത്തിലെ ജനങ്ങൾക്കായി ഞങ്ങൾ വാഴ്ത്തുന്നു. തിരുവേനിക്കും അച്ഛന്മാർക്കും എല്ലാ ഓഫീസേഴ്സിനുമായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. ഇന്നത്തെ ദിവ്യമാകുന്ന ശുശ്രൂഷയിൽ അങ്ങയുടെ സാമീപ്യം ഉണ്ടാവണമേ. ഇന്ന് ഈ ഭൂമി കർത്താവേ അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണല്ലോ. അങ്ങയുടെ നാമത്തിൽ ഒരു ആലയം ഉയരുവാൻ, ഒരു പ്രാർത്ഥനാ മന്ദിരം ഉയരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന തിരുവേനിക്കായി സ്തോത്രം ചെയ്യുന്നു. അച്ഛന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വന്ന ജനങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ അങ്ങയുടെ സാമീപ്യവും സാന്നിധ്യവും ഞങ്ങൾക്ക് അനുഗ്രഹമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ടിരിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അങ്ങയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധനാകുന്നു. സർവശക്തനേ, പരിശുദ്ധനാകുന്നു. ഇല്ലാത്തവനെ അങ്ങ് പരിശുദ്ധനാകുന്നു. വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് എടുത്തു വന്നിരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുവാനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യുന്നതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്കുള്ള മഹാപുരുവെ നമ്മുടെ ബലഹീന സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപൊഴിയെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടാനത്രേ നമുക്കുള്ളത്. നമുക്ക് നിൽക്കുമ്പോൾ തന്നെ നമ്മളത് കാണുവാൻ
നമ്മുടെ കുറവുകളെ വീഴ്ചകളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവ ആരാധനയ്ക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥനയ്ക്കായിട്ടും എപ്പോഴെല്ലാം ദൈവസന്നിധിയിൽ നമ്മൾ തലവണക്കുന്നുവോ മുട്ടുമടക്കുന്നുവോ, എപ്പോഴെല്ലാം നാം കൂടി വരുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ ദിവ്യ സാന്നിധ്യം ഉണ്ടായി നമുക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ വരേണ്ടതാകുന്നുവല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നാം ദൈവസന്നിധിയിൽ വരേണ്ടതാകുന്നുവല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന് തിരുവഴുത്ത് എഴുതിയിരിക്കുന്നു. അതിനാൽ ദൈവമേ, അവിടുത്തെ പരിശുദ്ധ കണ്ണുകൾ കൊണ്ട് കണ്ടുപോയ ഞങ്ങളിൽ വന്നുപോയ കുറവുകൾ വീഴ്ച എല്ലാം അങ്ങോട്ട് ക്ഷമിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ഈ കുടിയൊരവ് അങ്ങോട്ടത്തെ തിരുമുമ്പാകെ അത് ഏറ്റവും പ്രസാദമുള്ള യാഗമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളിവിടെ വന്നത് ഞങ്ങളുടെ മേൽ അങ്ങയുടെ ദിവ്യമായ അനുഗ്രഹം പകരുന്നതിന് കാരണമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മേൽ മാത്രമല്ല പ്രത്യേകമായി ഇന്ന് ഈ ഒരു പ്രത്യേക സ്ഥലം പ്രത്യേക ആരാധനയ്ക്കായിട്ടുള്ള ഒരു സ്ഥലമായി വാങ്ങി വേർതിരിക്കുമ്പോൾ കർത്താവ് ഈ ദേശത്തിനാകമാനമായും ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യത്തിൻ്റെ കർത്താവ് ഒരു പ്രതീകമായി തീരുവാൻ തക്കവണ്ണയാകണമെങ്കിൽ ദൈവപ്രസാദം നമുക്കുണ്ടാകണം. അതിനാൽ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, കുറവ് ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ വാക്കിൽ ജാഗ്രതയിൽ പ്രവർത്തിയിൽ ചിന്തനങ്ങളിൽ വന്നുപോയ എല്ലാ വീഴ്ചയും ക്ഷമിക്കണമേ എന്ന് നമുക്ക് ഒരു നിമിഷം മൗനമായി നമുക്ക് നമ്മുടെ കുറവുകളും വീഴ്ചകളും എല്ലാം നമുക്ക് നമ്മുടെ ഉള്ളിൽ മൗനമായി ഏറ്റുപറഞ്ഞ് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയാശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. നാം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കാം. ആദ്യമായിട്ട് ഒരു സങ്കീർത്തനം ചേർന്ന് ചൊല്ലാം. സങ്കീർത്തനങ്ങൾ 84 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനമാകുന്നത്. സങ്കീർത്തനങ്ങൾ 84 നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവത്തിന്റെ ആലയത്തിൽ നേരോട് നടക്കുന്നവർക്ക് നന്മയും മുടക്കില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യം. അസോസിയേഷൻ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെ. ആ കാലത്ത് ശിഷ്യന്മാർ പെരുവരുമ്പോൾ തങ്ങൾ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. പന്തിരൂറ് ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങളുടെ ദൈവവചനം ഉപേക്ഷിച്ചു മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ നിന്ന് തന്നെ തിരഞ്ഞുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി.
വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖരോസ്, നിക്കാനോർ, തീമോൻ, പർമനോസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവരെ പ്രാർത്ഥിച്ച് അവിടെ മേൽ കൈവച്ചു. ദൈവവചനം പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. ഇങ്ങനെ 28-ാം അധ്യായം 16-ാം വാക്യം. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതികളെ ഉറപ്പിച്ച് പറയാം. അപ്പോസ്തലിക വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു. ശുദ്ധന്മാരുടെ സംസർഗത്തിലും നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവേ, നിങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിങ്ങളോട് കരുണയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാൻ. പ്രത്യേകിച്ച് ഇന്ന് പ്രകാരം നമ്മുടെ കൂടി വരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം കൃപ ചെയ്തു. അതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. സ്തുതി സ്തോത്രങ്ങൾ കരയറ്റാം. പ്രത്യേകിച്ച് നമ്മളിവിടെ ഈ സ്ഥലം നമ്മൾ ഒരു ദേവാലയം, ഭാവിയിൽ ഒരു ദേവാലയം ഉണ്ടാവാൻ തക്കവണ്ണം അതെല്ലാം ഉദ്ദേശിച്ച് നമ്മൾ വാങ്ങി. അതിന്ന് ഇവിടെ ഈ സ്ഥലം ദൈവനാമ മോഹത്തിനാട് പ്രതിഷ്ഠിച്ച് കാത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ വരുമ്പോൾ ഒന്ന് ഇരിക്കുവാനും വിശ്രമിക്കുവാനും പ്രാർത്ഥനയ്ക്കായിട്ട് കുടിയിരുവാനുള്ള ഒരു ചെറിയൊരു സ്ഥലവും കൂടെ, ഒരു വീടും കൂടെ, ഒരു ഷെഡും കൂടെ ഉണ്ടാക്കുവാൻ നമ്മൾ ആഗ്രഹിക്കും. തുടർന്ന് ഭാവിയിൽ എൻ്റെ പണികാര്യങ്ങൾ ചെയ്യുവാനും ആഗ്രഹിക്കും. അതുകൊണ്ട് ഇന്ന് ഈ ആരംഭം ദൈവനാമത്തിൽ ആരംഭിച്ച് ഏറ്റവും നന്നായി കാര്യങ്ങളോട് നിർത്തപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ നമ്മൾ പകരുന്നതിന് വേണ്ടി, ദൈവിക അനുഗ്രഹം നമ്മൾ വ്യാപരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇതിനെല്ലാം മുഖാന്തരമായി തീർന്ന ഇവിടുത്തെ നമ്മുടെ അണക്കര സഭയാകുന്നതിലും, അണക്കര സഭയിൽ നമുക്ക് കാലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ പ്രദേശങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷം വന്നു. പിന്നീട് പല പല കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയി. പിന്നീട് നമുക്കിപ്പോൾ കാണുന്ന പോലെ അണക്കര ഇടവക നമുക്കുണ്ടായി. അവിടെ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷകരെ ദൈവം അയച്ചു. ഈ കാലഘട്ടങ്ങളിലൂടെ ശുശ്രൂഷിക്കാവുന്ന പ്രിയപ്പെട്ട സതീഷ് അച്ഛൻ്റെ പ്രാർത്ഥനയും പ്രവർത്തന ഫലമായി ഇവിടുന്ന് കുറേ ആളുകൾ അവിടെ വരികയും ആ വലിയൊരു കൂട്ടായ്മയിൽ, യേശുവിൻ്റെ വലിയ കൂട്ടായ്മയിലേക്ക്, സഭയുമായുള്ള ബന്ധത്തിലേക്ക് വരികയും അവർ വരുന്ന ഈ പ്രദേശത്ത് ഒരു പ്രാർത്ഥനാലയം, ഒരു സൺഡേ സ്കൂളും ഒരു വേദപഠനമൊക്കെ ആരംഭിക്കാൻ, പ്രാർത്ഥനയൊക്കെ ആരംഭിക്കാൻ ഇടയായിട്ട് അതൊരു മിഷൻ, ഒരു സെൻ്ററായിട്ട് തീരുമാനത്തക്കാനുള്ള ആഗ്രഹം അവർക്കുണ്ടായി. കുട്ടികൾ ഇടവക ആ കാര്യം അറിഞ്ഞപ്പോൾ അവിടുന്ന് എംപ്ലോയീസ് അസോസിയേഷൻ പ്രത്യേകമായി താല്പര്യപ്പെടുകയും സഭ ഒന്നടങ്കം അതിന് എല്ലാവിധമായ പിന്തുണയും നൽകി. ഈ പ്രകാരം നമുക്ക് ഈ ഒരു കാര്യം ദൈവം ഇതുവരെയും സാധിച്ചു. അതവരെ അവരുടെ പ്രാർത്ഥന, അവരുടെ ഒരു മിഷൻ ദർശനം, കുട്ടികളുടെ ഇടവകയുടെ ഒരു മിഷൻ ദർശനമാകുന്നു, അവരുടെ പ്രാർത്ഥന ഫലമാകുന്നു. അതിനുവേണ്ടി എംപ്ലോയീസ് അസോസിയേഷൻ അതിന് മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുന്നു. അതെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റി. ദൈവമേ, ഈ കാര്യങ്ങളെല്ലാം അങ്ങയിൽ അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ ഞങ്ങളുടെ മേൽ കൃപ പകരുകയും ചെയ്യണമേ എന്ന് നമുക്ക് കൃത്യമായി പ്രാർത്ഥിക്കാം. അവരുടെ മിഷൻ പ്രവർത്തനങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഈ കട്ടപ്പന ജില്ലയുടെ ചുമതല വഹിക്കുന്ന പ്രിയ അച്ഛനെയും എല്ലാ തീരുമാനിച്ചു ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അസോസിയേഷൻ്റെ ആൾക്കാരായിട്ട് വന്നിരിക്കുന്നു
എല്ലാവരെയും നമുക്ക് ഓർക്കണം. സഭയെ പ്രതിനിധിച്ചു വന്നിരിക്കുന്ന സഭയുടെ ഭരണസമയങ്ങളെയും പ്രിയപ്പെട്ട അച്ഛനെയും എല്ലാവരെയും ഓർക്കണമായി സ്തോത്രം ചെയ്യും. ദൈവമേ, ഞങ്ങളിപ്പോൾ ആരംഭിക്കുന്ന അങ്ങയെ ആശ്രയിച്ച് ആരംഭിക്കുന്ന ഈ പ്രവൃത്തികളുടെ മേൽ സഭ വ്യാപരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആരുടെയെങ്കിലും വീഴ്ചകളോ കുറവുകളോ ആലോചനക്കുറവുകളോ ഉദാസീനതയോ ഒന്നും ഇതിന് തടസ്സമായി തീരരുത്. അതിനുവേണ്ടി നമുക്ക് എന്നാൽ തന്നെ സമർപ്പിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കും. ഒരാൾക്ക് ഈ സമയത്ത് നിങ്ങളെ പ്രത്യേകമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ദൈവമേ സ്വർഗ്ഗസ്ഥനാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ പ്രദേശത്ത് ഒരു മിഷൻ ദർശനമായി ഒരു മിഷന്മാരായി പ്രദേശം ഏറ്റെടുക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിനായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സുവിശേഷം അറിയുവാനും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനും കർത്താവെ നിന്റെ മക്കൾ ഒരുങ്ങിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അതിനാ തയ്യാറ് വന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയിലും കാവലിലും കരുണയിലും അവരെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഈ പ്രദേശത്ത് ഒരു ദേവാലയം പണിയുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തുവാൻ എന്റെ അപ്പുയരത്തിൽ നിന്ന് നല്ല ദാനങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട തിരുമേനിക്കായി തിരുമേനിയെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ച് പരിപാലിച്ചതിനായി ഈ മഹായുടെ പ്രവർത്തനങ്ങൾ എന്റെ കർത്താവെ നിന്റെ മാന ദാസമയങ്ങളോട് എത്തുവാൻ കർത്താവ് കൊടുത്ത എല്ലാ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ചേർവാൻ അച്ഛന് വേണ്ടി കർത്താവിന്റെ കൃപയിൽ കർത്താവെ കടന്നു വരുവാനും പ്രാർത്ഥിപ്പാനും കർത്താവെ ഞങ്ങളോടൊപ്പം സന്തോഷം പങ്കിടുവാനും കർത്താവ് കൊടുത്ത അവസരത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ട മഹായുടെ ഓഫീസേഴ്സിനായി വിജയച്ചനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൃപയിൽ നിറക്കണമേ, അനുഗ്രഹിക്കണമേ. ജോയ്കുമാർ സാറിനായി സ്തോത്രം. കർത്താവെ, നിന്റെ മകൻ കൊടുത്ത ദർശനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ വിഷയം ബോർഡിന്റെ പ്രവർത്തകർ ഡയറക്ടർസിനായി സ്തോത്രം. കർത്താവെ, കൂട്ടിക്കിടേണ്ടവയെ അടക്കരയിൽ ഈ പ്രദേശത്ത് കർത്താവിന്റെ കൃപയും കാവലിലും കർത്താവ് കാത്ത് കർത്താവെ ഞങ്ങൾ ഈ പ്രദേശം കാട്ടുന്നതിന് മകന് വേണ്ടി സ്തോത്രം. കർത്താവെ, ചലാർഗോവിന്റെ ഉപദേശം കർത്താവിന്റെ കൃപയിലും കാവലിലും കരുണയിലുമായിരിക്കാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ, കൂട്ടിക്കൽ പ്രദേശത്ത് കിടന്നത് ഞങ്ങളെയും താഴ്ത്തി പ്രതീക്ഷിക്കുന്നു. കർത്താവെ, പ്രദേശത്ത് ഞങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്റെ കർത്താവിന്റെ കരുണയിലും കാവലിലും കൃപയിലും നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ ദാനങ്ങളാലും കർത്താവ് നിറയ്ക്കണം. പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഭാരങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടാകാതെ ഇവിടെ മനോഹരമായ ദേവാലയം പണിയുവാൻ കർത്താവ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ ഞങ്ങളെ അനുഗ്രഹിച്ച് ആശ്രയിച്ച് മനവും മഹത്വം എടുക്കും. സ്വരവും യേശുവിന്റെ നാമത്തിൽ തന്നെ. തുടർന്ന് നമ്മളൊരു പാട്ട് പാടി നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം നമ്മൾ ഷെഡ് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൽ പോയി നിന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം തിരികെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാണ് അവസാനിച്ചത്. അതിനുശേഷം പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചതിന് ശേഷമായിരിക്കും നന്ദി വാക്ക് പറയാനും സ്വാഗതം ചെയ്യാനൊക്കെ നമുക്ക് എല്ലാവർക്കും സമയമുണ്ട്. പിന്നീട് എത്രമാത്രം സമയം എടുക്കുമോ മാത്രം സമയം എടുക്കും, യാതൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ വന്നതിന് ശേഷം ഇവിടെ നമ്മൾ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വതരാഴ്ച നമുക്ക് സ്വീകരിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഒരുങ്ങി വന്നവർക്ക് അത് നമുക്ക് ഇവിടുത്തെ പ്രവർത്തനം കൂടി ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പം നമ്മൾ പാടുന്ന പാട്ട് സുവിശേഷം ജയിക്കുമേ, സുവിശേഷം ലോകം ജയിക്കുമേ എന്നുള്ള പാട്ട്. അത് കുറേയൊക്കെ അറിയാമായിരുന്നു. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം നമ്മൾ 207-ാമത്തെ കീർത്തനം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഇപ്പം നമ്മൾ പാടുന്നത് ജയിക്കുമേ, സുവിശേഷം ലോകം ജയിക്കുമേ എന്നുള്ള സുവിശേഷം ലോകം ജയിക്കുമേ, പേരുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. സത്യം പിടിക്കണം, ജാതി ഭേദങ്ങൾ മുടിക്കണം.
സ്നേഹം കൂടി പിടിക്കണം. യേശുരാജന്റെ സുവിശേഷ കൊടി ഘോഷത്തോടുയർത്തിയിടണം വേഗം. ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ. പേയുടെ ശക്തികൾ നശിക്കുമേ. സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ. തല കുനിക്കുമേ. അതു ബഹു സന്തോഷമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ സ്ഥലം നാം ദൈവ ആരാധനയ്ക്ക് വേണ്ടി സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ അങ്ങയുടെ മുൻ നിർണയപ്രകാരം അതിന്റെ തക്ക സമയത്ത് ഇപ്രകാരം ഇവിടെ ഒരു സ്ഥലം വാങ്ങുവാൻ തക്കോണം അങ്ങിന്ന് ലഭിച്ച എല്ലാവിധമായ നടത്തിപ്പുകൾക്ക് അനുഗ്രഹങ്ങൾക്കായി നന്ദിയുടെ സ്തോത്രം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കുമായി അങ്ങ് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ ഒരു ആരാധന ആലയം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച മക്കൾക്കായി പ്രത്യേകമായി സ്തോത്രം. കർത്താവെ, അതിവിടെ പണിയപ്പെടുവാൻ ഇപ്രകാരം സ്ഥലം വാങ്ങാൻ ഇടയായല്ലോ. ഇവിടെ തുറന്നു നടക്കുന്ന എല്ലാ നിർമ്മിതികളും കർത്താവ്, എല്ലാ കുടിവരവുകളും എല്ലാ പ്രവർത്തനങ്ങളും ഈ സ്ഥലത്ത് വെച്ച് നടക്കുന്ന എല്ലാ കാര്യഗതാദികളും അങ്ങനെ നാമമഹത്വത്തിനും സർവോപരി കർത്താവെ ഈ ദേശത്തിന്റെ അനുഗ്രഹത്തിനും യേശുവിനെ മറ്റുള്ള അനേകർ അറിയുവാനും സകല മനുഷ്യർക്ക് ഒരു പ്രാർത്ഥനാലയമായി തീരുവാൻ തക്കോണമെന്ന് കൃപ ചെയ്യണമേ. പ്രാർത്ഥനയേട്ടനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. തുറന്നുള്ള ചരണം പാടി നമ്മള് ഷെഡ് പണിയാണ് ഉദ്ദേശിക്കുന്നത്. സുവിശേഷ ലോകം ജയിക്കുമേ. പേയുടെ ശക്തികൾ നശിക്കുമേ. സകല ലോകം യേശുവിൻ നാമത്തിൽ വണങ്ങുമേ. തല കുനിക്കുമേ. അത് ബഹു സന്തോഷമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇവിടെ ഷെഡ് നിർമ്മിക്കാനുള്ള ഇടം നാം പ്രതീക്ഷിച്ച് വേർതിരിക്കുന്നു. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളിപ്പോഴായിരിക്കുന്നതായി സ്ഥലത്തെയും ഇതിന്റെ പരിസരത്തെയും എല്ലാം ഞങ്ങൾ തിരുക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവേ, ഈ ബിഷപ്പിലൂടെ ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ തുണിപ്പാൻ ആഗ്രഹിക്കുന്നതായ കർത്താവേ, പ്രത്യേകമായിരിക്കുന്ന ഷെഡിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ആരംഭം കുറിക്കുമ്പോൾ ദൈവമഹത്വം വെളിപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. തുടർന്നുള്ള നാളുകളിൽ കർത്താവേ, ദേശത്ത് ഏറ്റവും മനോഹര ദേവാലയം പണിയുവാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനും ആവശ്യമായ മാർഗത്തെ ഇവിടെ ഒരുക്കി തരുവാൻ പോകുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, എല്ലാ കൃമികളുടെ സാന്നിധ്യം പകരണം, കൃപകളെ നിറയ്ക്കണം. യേശു കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമത്തിൽ തന്നെ. പാട്ടിന്റെ ചരണം ചരണം പാടി നമ്മൾ ആദ്യം വന്നാൽ സുഗന്ധരത്തെയും ഒന്ന് സംബന്ധം യേശുരാജന്റെ മഹിമയിൻ കോടി സുവിശേഷ ലോകം ജയിക്കുമേ. ദൈവയുടെ ശക്തികൾ നശിക്കുമേ. സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ. തല കുനിക്കുമേ. അതു ബഹു സന്തോഷമേ. ഇരുന്നമുപ്പതി ഭാഗ്യമേ. യേശുവിന്റെ വാക്യമേ. സ്വർഗ്ഗലോകൈക്യമേ. യേശുരാജ്യം പ്രസിദ്ധിക്കഴിഞ്ഞ ദേവ
അറിയിക്കുമേ, സുവിശേഷം ലോകം ജയിക്കുമേ, ദയയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അത് ബഹു സന്തോഷമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മഴ ചെറുതായിട്ടൊക്കെ തൂളുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ളവർക്ക് അത്രയും കുഴപ്പം കാണത്തില്ല. അതിലും താഴെ നിന്നൊക്കെ വന്നവർക്ക് അത് പ്രശ്നമായിരിക്കും. ചില ടൗലോ അതുപോലെ ടർക്കിയോ ഒക്കെ ഇട്ട് നിൽക്കണം എന്ന പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാകുന്നു. കാരണം ഇന്ന് പ്രകാരം ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരുവാനും ഈ ഒരു വളരെ ശ്രേഷ്ഠമേറിയ ഒരു ശുശ്രൂഷയിൽ പങ്കാളിയാകുവാനും ദൈവം എനിക്കും ഇടയാക്കി. അതിനായി ആദ്യമായ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പ്രത്യേകിച്ച് ഇതിനു വേണ്ടി മുൻകൈ എടുത്ത പ്രിയപ്പെട്ട നമ്മുടെ സതീഷ് അച്ഛൻ, അതുപോലെ തന്നെ ജില്ലാ ചെയർമാൻ സ്നേഹമുള്ള ബിനോയ് അച്ഛൻ, അതോടൊപ്പം തന്നെ ഇത് ഇത്രയും വേഗത്തിൽ കാര്യങ്ങൾ സാധ്യമാക്കി തീർത്ത കുട്ടികൾ ഇടവക, പ്രത്യേകിച്ച് എംപ്ലോയീസ് അസോസിയേഷൻ, അതിൻ്റെ ഭാരവാഹികൾ, അതിൻ്റെ അംഗങ്ങൾ, സഭാമക്കൾ, അവിടുന്ന് സഭ ഭരണസമിതിയെ പ്രതിനിധിച്ചു വന്ന പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ നമ്മുടെ മഹാഡ ഡയസൻ ഓഫീസേഴ്സ്, സ്നേഹമുള്ള ബിജോയച്ചൻ, സ്നേഹമുള്ള ജോയ് സാറ്, മറ്റ് മിഷൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന കുട്ടികൾ തന്നെ അംഗമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈപ്പനച്ചൻ, അതുപോലെ മറ്റ് നമ്മുടെ ശുശ്രൂഷകൻ ടി ഡി ജോൺസൺ സാറ്, യശാ സാറ്, അങ്ങനെ എല്ലാവരെയും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. പ്രത്യേകിച്ച് അണക്കര ഇടവകയിലുള്ള സഭാമക്കളും അവിടെ ഭരണസമിതി അംഗങ്ങൾ, ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ സമയത്ത് അറിയിക്കാം. ഇന്നൊരു ഇടദിവസമാണ് എങ്കിലും അതൊന്നും കണക്കാക്കാതെ എല്ലാവരും അതിനുവേണ്ടി വേർതിരിച്ച് വന്നു. വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ഈ പ്രദേശങ്ങൾ മുഴുവനും, അണക്കര പ്രദേശങ്ങൾ മുഴുവൻ. ഇതിൻ്റെ ചരിത്രം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പണ്ട് അമരാവതി എന്നറിയപ്പെടുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ ഈ പ്രദേശങ്ങളെല്ലാം ഒരു കുടിയേറ്റ പ്രദേശമാണ്. ആൾക്കാരിങ്ങനെ കുടിയേറിയിരുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ കുടിയേറ്റം ഉണ്ടായി എന്നാണ് എൻ്റെ ചരിത്രം. പിന്നീട് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം കുടിയേറ്റം ഉണ്ടായി. പിന്നീട് ഗവൺമെൻറ് കുറേ ആൾക്കാർക്ക് ഇവിടെ സ്ഥലം കൊടുത്ത് ഇവിടെ കുടിയിരുത്തി ഉണ്ടായി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെയുള്ള ഓരോ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ തിരുനെൽവേലി ഡയസിസിൻ്റെ IMS എന്ന് പറയുന്ന മിഷൻ സംഘം, ഇന്ത്യൻ മിഷൻ സൊസൈറ്റി, അതിൻ്റെ ഒരു മിഷൻ ഫീൽഡാണ് നമ്മുടെ അണക്കരയിലുള്ള IMS കോളനി എന്ന് പറയുന്ന പറയപ്പെടുന്നത്. അത് അവിടെ അതിപ്പോഴും അവർ തന്നെയാണ് അതിൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അവിടെ നമുക്ക് സ്കൂളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സഭയുണ്ടായി, അവിടെ സഭയുണ്ട്, സ്കൂള്. പിന്നീട് നമ്മുടെ ഡയസിസ് ഉണ്ടായപ്പോൾ വീണ്ടും നമുക്ക് അവിടെ വേറൊരു പള്ളിയും കൂടെ ഉണ്ടായി, അണക്കര, ഇപ്പം നമ്മൾ പറയുന്ന അണക്കര പള്ളി. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ചുറ്റുപാട് ഉപസഭകൾ വന്നു. നമ്മുടെ ചെല്ലാർകോവിൽ എനിക്ക് തോന്നുന്നു അച്ഛൻ അവിടെ ആദ്യത്തെ ഒരു മിഷണറിയായിട്ട് ഇരുന്നിട്ടുണ്ട്. അവിടെ നമ്മൾ മിഷൻ ഫീൽഡായിട്ട് ആരംഭിച്ചതാണ്. അന്ന് എറണാകുളം എംപ്ലോയീസ് ആണ് അതിന് ആരംഭിച്ച് സപ്പോർട്ട് ചെയ്തത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വളരെ വലിയൊരു ദൈവിക അനുഗ്രഹം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കാത്ത ആൾക്കാർ ഉദ്ദേശിക്കാത്ത ഇടങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ ദേവാലയങ്ങൾ ഉണ്ടാകുവാനായിട്ടും പ്രാർത്ഥനാകൂട്ടം ഉണ്ടാകാനും ഉള്ള സപ്പോർട്ട് നമുക്ക് ലഭിച്ചു. അതെല്ലാം ഞാൻ സമയത്ത് ഓർക്കും. പ്രത്യേകിച്ച് ഇപ്പോഴും അത് വളരെ സജീവമായിട്ട് ദൈവം അത് പ്രവർത്തിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഇവിടെ പ്രകാരം നമ്മുടെ ഈ സതീഷ് അച്ഛൻ ഇവിടെ വന്നു. ഇങ്ങനെ ഒരു പ്രദേശം ഉണ്ടായിരുന്നത് ഒരു പക്ഷേ നേരത്തെ പ്രദേശം ഇവിടെ തന്നെയുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു ഫെലോഷിപ്പ് ഉണ്ടാകാനായിട്ട് കാരണമേ തീർച്ചയായിട്ടും അച്ഛൻ്റെ ആ ഒരു ദർശനവും ഇടപെടലുമാണ് എന്നുള്ള കാര്യം തർക്കമില്ല. ആ കാര്യം ഞാൻ അച്ഛനെ നിങ്ങളോട് എല്ലാവരോടും ചേർന്ന് ഞാൻ അച്ഛനെ അഭിനന്ദിക്കുന്നു. അച്ഛൻ നമ്മുടെ മഹായുടെ ഒരു മിഷണറി ആയിരുന്നു. അതിനുശേഷം ശുശ്രൂഷനായി ഇപ്പോൾ ഒരു അച്ഛനായിട്ട് നമുക്ക് ഈ പ്രദേശങ്ങളിൽ ശുശ്രൂഷ ലഭിച്ചും വരും. വളരെ മിടുക്കനായിട്ട് നല്ല രീതിയിൽ ഉന്നതമായ മാർക്കോടുകൂടി സെമിനാരി പഠനം പൂർത്തിയാക്കി ഇറങ്ങിയ ഒരു അച്ഛനാണ്. ആ തീക്ഷ്ണത മിഷൻ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും ഒരു മടിയുമില്ല, ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചാൽ എന്ത് ചെയ്യും, അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ പോയി മിഷൻ പ്രവർത്തനം ചെയ്യണമെന്ന് അവിടെ നിന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എന്ത് ചെയ്യുന്നു, അച്ഛനത് കണ്ടെത്തി. അച്ഛൻ്റെ ആകമാനമായിട്ടുള്ളൊരു പാസ്റ്ററുടെ പ്രവർത്തനം എന്താണെന്നുള്ളത് നമുക്ക് അതിൻ്റെ ഒരു ഭാഗമാണ് തീർച്ചയായിട്ടും. ഇത് പാസ്റ്ററുടെ ഹോളിസ്റ്റിക് മിനിസ്ട്രി എന്ന് പറയുന്നതിൻ്റെ ഭാഗമാണ് മിഷൻ പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പം അങ്ങനെ അച്ഛൻ നോക്കിയപ്പോൾ അങ്ങനെ നിങ്ങളെ കണ്ടു, ആ കാര്യങ്ങൾ അവിടെ ഒന്ന് പറഞ്ഞു. അതിന് അവിടെ വന്നതിന് പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് തുകയൊന്നും അദ്ദേഹത്തിന് ആദ്യ കാര്യങ്ങളൊന്നും ഇപ്പം വല്ലതും കിട്ടുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അത് അച്ഛനോട് ചോദിച്ചാൽ അറിയത്തിട്ട്. അദ്ദേഹം തന്നെ വന്നു. ഇവിടുന്ന് ഈ ഒരു കുറേ ആൾക്കാരെ എന്ത് ചെയ്യുന്നു കണ്ടെത്തി. തീർച്ചയായിട്ടും അതിൻ്റെ സാധ്യത അച്ഛൻ പറഞ്ഞിട്ടുണ്ട്.
മറ്റനേക ആൾക്കാരുണ്ടെന്ന പ്രദേശം. നമ്മുടെ ഇതെന്ന് പറയുന്നത് ബോർഡർ ഏരിയയാണ് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും. തമിഴ്നാട്ടിൽ നമുക്ക് CSI തന്നെ സഭകളുണ്ട്, ഇവിടെ നമ്മുടെ സഭകളുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് വരാം, ജോലിക്ക് വരാം. അപ്പോൾ വരുന്നവർക്കൊക്കെ എന്ത് ചെയ്യണം, ആ ഒരു കൂട്ടായ്മയുടെ ഒരു വലങ്കരം കൊടുക്കാനും പുതിയ പുതിയ ആൾക്കാരെ എന്ത് ചെയ്യാനും വരാനൊക്കെ ഉള്ളൊരു അവസരമാണ്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുന്നു, അച്ഛനെ അഭിനന്ദിക്കുന്നു. മിഷൻ ബോർഡിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. നമ്മുടെ ഈപ്പനച്ഛനാണ്. കുട്ടികൾ ഇടവകയെ ഞാൻ പ്രത്യേക ആ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. ഈ മിഷൻ ബില്ല് മാത്രമല്ല, ഓരോരോ കാലഘട്ടങ്ങളിൽ പലയിടങ്ങളിലും മിഷൻ സപ്പോർട്ട് കുട്ടികൾ ഇടവക ചെയ്തിട്ടുണ്ട്. ഈ കാലങ്ങളിൽ അവിടെ നിന്ന് തന്നെ ഒരു അച്ഛൻ, അവിടുത്തെ സഭ മകൻ എന്ത് ചെയ്യുന്നു, മിഷൻ്റെ ഡയറക്ടറായിട്ടും കൂടെ ഉണ്ട്. ഇടവച്ചാലുള്ള അവിടെ കൂട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇവിടെ ഒരു മിഷൻ വന്നപ്പോൾ പുതിയ മിഷൻ ഫീൽഡ് സപ്പോർട്ട് ചെയ്യാൻ ധാരാളം ആൾക്കാർ വരാറുണ്ട്, ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അത് കുട്ടികൾ ഇടവകയും ഇടവകയിലെ എംപ്ലോയീസ് അസോസിയേഷനും ആ കാര്യം വളരെ ഭംഗിയായിട്ട് അത് ചെയ്തു. ഇത്രയും വേഗത്തിൽ ഇത്രയും കാര്യങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യങ്ങളല്ല. തീർച്ചയായിട്ടും അതിന് പൈസ അവരൊത്തിരി ഇങ്ങനെ സമ്പാദിച്ച് വെച്ചിട്ടുള്ള പരിപാടികളല്ല. അവരതിനു വേണ്ടി പണം കണ്ടെത്തി, അവരുടെ ഇച്ഛാശക്തിയാണ് അതിന് കാരണമായി തീർന്നിരിക്കുന്നത്. അത് അവർ തന്നെ ചെയ്യാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് കൂടാൻ ഇടയായി. ഇതിന് ദിവസം കുറേ നാളായിട്ട് എന്നെ ചോദിക്കുന്നുണ്ട്, ഒരു ദിവസം വേണമെന്ന് പറഞ്ഞിട്ട് ഇന്നാണ് അത് ഒത്തത്. നിങ്ങൾ ഇത്രയും പേര് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാര്യം പറഞ്ഞാൽ അവിടുന്ന് ധാരാളം പേര് വന്നു എന്നാണ് ഞാൻ ഒരു ജീപ്പിനുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു കാറിനുള്ള ആൾക്കാർ വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടുന്ന് എനിക്ക് 40 ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ സഭയുടെ ഒരു മിഷനോടുള്ള താല്പര്യം, പ്രദേശത്തോടുള്ള താല്പര്യം, ജനങ്ങളോടുള്ള താല്പര്യം, അതാണ് അത് കുറിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലേ. അപ്പം അവരെ ഓർത്ത് ഞാൻ പ്രത്യേകിച്ച് അവരെ അഭിനന്ദിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർത്ത് നമ്മൾ ചിലപ്പോൾ 3-4 പേരൊക്കെ കാണുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാവരും നിങ്ങൾ ഇവിടെ വന്നു. അതിന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ അഭിനന്ദിക്കുന്നു. അച്ഛൻ പറഞ്ഞപ്പോൾ ആ വാക്കിൻ്റെ ഇരട്ടി മുഖവിലയ്ക്ക് നിങ്ങൾ എടുക്കുകയും അതിനെല്ലാവരും വന്നു ചേരുണ്ടായി. സാധാരണ നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ അണക്കര ഇടവക കമ്മിറ്റി ഉൾപ്പെടെ അണക്കര സഭ എന്ത് ചെയ്യുന്നു, കട്ട സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇവരെല്ലാവരും എന്ത് ചെയ്തിരിക്കുന്നു, ഇവിടെ വന്നിരിക്കുകയാണ്. എല്ലാവരെയും ഞാൻ ഈ സമയത്ത് ചെറിയ കുഞ്ഞുങ്ങളെ അതിൽ പ്രായമുള്ളവരെ ചെറുപ്പക്കാരെല്ലാം അക്കാര്യത്തിൽ അഭിനന്ദിക്കുകയും ചെയ്യും. നമ്മൾ ഇപ്പം ഇന്ന് പാഠമായിട്ട് വായിച്ച ഭാഗം ആദ്യം സുവിശേഷം വായിച്ചപ്പോൾ അതിനകത്ത് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സുവിശേഷം എന്ത് ചെയ്യണം, എല്ലായിടത്തും പോയി പ്രഘോഷിക്കണം. സുവിശേഷം എന്ത് ചെയ്യുക, എല്ലായിടത്തും പോയി പ്രഘോഷിക്കുക. അതായത് സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും ആർക്ക് ലഭിച്ചിരിക്കുന്നു? നമ്മുടെ കർത്താവിന് ലഭിച്ചിരിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് ഉപദേശിച്ച വചനങ്ങളെ പ്രമാണിപ്പാൻ തക്കവണ്ണം ജീവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ എന്ത് ചെയ്തോളാം, ശിഷ്യരാ. പുറപ്പെട്ടു പോവുക എന്നുള്ള അധികാരം ചെയ്തിരിക്കുന്നു. വേറെ ലോകത്തിനുള്ള അധികാരമല്ല സുവിശേഷ പ്രഘോഷണമുള്ള അധികാരം എന്ന് പറയുന്നത്. ദൈവം നമുക്ക്, ദൈവപുത്രൻ നമുക്ക് തന്നിരിക്കുന്ന, കർത്താവ് തന്നിരിക്കുന്ന, യേശു തന്നിരിക്കുന്ന അധികാരമാണ്. ആ അധികാരം ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിത് ചെയ്യുന്നത്. ഓരോരോ സഭകൾ നമ്മൾ ഈ കാലത്ത് ചെയ്യാനായിട്ട് ആധുനിക ലോകത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ഓരോരോ സഭകൾ എന്ത് ചെയ്യുന്നു, ഓരോരോ സഭകൾ അതിനുവേണ്ടി ആൾക്കാരെ നിയമിക്കുകയും അധികാരപ്പെടുത്തുകയും ചെയ്യാണ്. ഈ അധികാരത്തിന്റെ ചേർന്നാണ്, അല്ലെങ്കിൽ ഈ അധികാരത്തിന്റെ കീഴിലാണ് ബാക്കി എല്ലാ അധികാരങ്ങളും ഉള്ളത് എന്നുള്ള കാര്യം തർക്കമില്ല. അങ്ങനെ നമ്മൾ CSI സഭ നമുക്ക് ഇവിടെ ഈ ഒരു സഭ ഇവിടെ സ്ഥാപിതമാകുവാനായിട്ട്, അണക്കര സ്ഥാപിതമാകുവാനും ശുശ്രൂഷകരെന്ത് ചെയ്യുന്നവർ പോകുവാനും പോകുന്നിടങ്ങളെല്ലാം ഈ കർത്താവിന്റെ രക്ഷയുടെ സന്ദേശം അറിയിപ്പാനും അവിടെ പറഞ്ഞിരിക്കുന്ന വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. സ്നാനം എന്ത് ചെയ്യണം, സ്നാനം ആദ്യം കൊടുക്കണം, പിന്നെ എന്ത് ചെയ്യണം, ഉപദേശിക്കണം. എങ്ങനെ ഉപദേശിക്കണം? എങ്ങനെ ഉപദേശിക്കണം? കർത്താവ് പറഞ്ഞ വചനങ്ങൾ അവര് അനുസരിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. അത് നമ്മൾ സാധാരണ പറയുന്ന ഉപദേശമല്ല, സാധാരണ പറയുന്ന പ്രസംഗവും അല്ല, അതിനേക്കാൾ അപ്പുറമാണ്. അവിടെയാണ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കൂട്ടങ്ങളുടെ പ്രാധാന്യം. ഒരിക്കൽ വന്ന ഒരു പ്രസംഗം കേട്ടു, ഞാൻ കർത്താവിനെ എനിക്ക് ഇഷ്ടപ്പെട്ട് സ്വീകരിക്കുന്നു പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, അവരെ ആ കർത്താവിന്റെ ഉപദേശം പഠിപ്പിക്കണം. ഇന്നതാണ് ഒരു കർത്താവിൽ വിശ്വസിക്കുന്ന ആള്, യേശു ഒരു ക്രിസ്ത്യാനിയെ തീർന്ന ആള്, ഒരു വചനം വായിക്കുന്ന ആള്, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആള് ഇന്ന രീതിയിൽ ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം. അത് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വചനത്തിൽ. അത് പറഞ്ഞ് അവരെ എന്ത് ചെയ്യണം, അതാണ് ഉപദേശിക്കുക. അങ്ങനെ ഉപദേശിച്ച് അവരെ മറ്റുള്ളവർ കാണുമ്പോൾ എന്തായി തോന്നണം, ഇവരും ക്രിസ്ത്യാനികളാണെന്ന് തോന്നണം. അത്രയും ഉപദേശിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപദേശിച്ച് ഒരു ചെവി കേട്ടും മറു ചെവി പോകാന്നുള്ളതല്ല, അത് നമ്മുടെ ജീവിതമായിട്ട് മാറും. അത്ര അങ്ങനെ ഉപദേശിക്കണമെന്നാണ് പറഞ്ഞു. അങ്ങനെ ആകുമ്പോഴാണ് അവരെന്തായിത്തീരുന്നത്, ശിഷ്യരായിട്ട് തീരുന്നത്. അങ്ങനെ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കർത്താവിന്റെ അന്ത്യകൽപ്പനയാണ്. അത് ഗ്രേറ്റ് കമാൻഡ്മെന്റ് എന്നാണ് പറയുന്നത്. വലിയ കൽപ്പന, ശേഷം വരെ കൽപ്പനയും കൂടെയാണ്.
പ്രവൃത്തികളുടെ പുസ്തകം അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിച്ചപ്പോൾ അവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെ ആൾക്കാരെല്ലാം അവരെല്ലാം പോയി പ്രസംഗിച്ചു. സഭകളൊക്കെ ആയില്ല. സഭകളൊക്കെ ആയപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? സഭയിലെ ഇന്ന് നമ്മൾ പറയുന്ന പോലെ കമ്മിറ്റിക്കാർ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. ഇവിടെ 7 പേരെ തെരഞ്ഞെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട് 7 പേര് എങ്ങനെ ആയിരിക്കും കുറിച്ച് പറഞ്ഞു. നമ്മൾ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാറുണ്ട്. അതിനകത്ത് ആ അവസാനം 7ാമത്തെ വാക്യം പറയുന്ന പ്രകാരമാണ് അങ്ങനെ ദൈവവചനം എന്ത് ചെയ്തു? ദൈവവചനം പരന്നു എന്നാണ്. ഈ ആൾക്കാരെ 7 പേരെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പം അവർ വേറൊരു ഡ്യൂട്ടിക്കാണ് തെരഞ്ഞെടുത്തതെങ്കിൽ, സഭയുടെ ഒരു പ്രത്യേകമായ ഡ്യൂട്ടി ചെയ്യാനാണ്, ചുമതല നിർവഹിക്കാനാണ് തെരഞ്ഞെടുത്തതെങ്കിൽ പോലും അനന്തരഫലം എന്ന് പറയാൻ എന്തായിരുന്നു? ദൈവവചനം. സുവിശേഷത്താണ് അനേകർ എന്തായി തീർന്നു? അവർ വിശ്വസിക്കാൻ ഇടയായി തീർന്നു. പുരോഹിതന്മാരിൽ നല്ലൊരു കൂട്ടം എന്ത് ചെയ്തു? വിശ്വാസത്തിന് അതിനായി തീർന്നത്. അന്നത്തെ മതപുരോഹിതന്മാരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. യേശുലേമിലെ പുരോഹിതന്മാരെ കുറിച്ച് പറഞ്ഞു. അവരും ഈ ഉപദേശങ്ങളെ കേട്ട് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. ഇതിനകത്ത് കാര്യങ്ങളുണ്ട് എന്ന് അവർ വചനം കൂടെ സൂക്ഷ്മമായി നോക്കി അവർ അതിനെ സ്വീകരിപ്പാൻ ഇടയായി തീർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെയാണ് കുട്ടിക്കൽ പള്ളിക്കാരുടെയും അണക്കര പള്ളിക്കാരുടെയും കമ്മിറ്റിക്കാരുടെ ഒരു പ്രത്യേകത അല്ലേ. കമ്മിറ്റിക്കാരുടെ പ്രവർത്തനം മൂലമായിട്ട് എന്ത് ചെയ്ത്? ദൈവവചനം പരന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതപ്പോൾ അന്നുണ്ടായിരുന്ന അത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തിയുടെ സമയത്തും ഉണ്ടായി. ഇപ്പോഴും എന്ത് ചെയ്യുന്നു? അത് സഭയുടെ ഭരണസമിതി അംഗങ്ങൾ ചുമതലപ്പെടുമ്പോൾ അവരുടെ ഡ്യൂട്ടിയിൽ പെടുന്നൊരു കാര്യമാണ് ഇത് വചനപ്രഘോഷണവും. അപ്പം അതിന് വ്യത്യസ്തമായ സംഘടനകളോട് ചിലപ്പം സുവിശേഷ സംഘം എന്ന് പറഞ്ഞ് പ്രത്യേകം പേരിടും, സന്നദ്ധ വിശ്വാസ സംഘം എന്ന് പറഞ്ഞിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ സഭയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് എന്ത് ചെയ്യുക? ഈ സുവിശേഷം യേശുവിനെ കുറിച്ച് മറ്റുള്ളവർ പറയുക. അങ്ങനെ കുട്ടിക്കൽ ഇടവകയും ഇവിടുത്തെ അണക്കര ഇടവകയും എല്ലാവരും കൂടെ ചേർന്ന് ഈ കാര്യങ്ങൾ സാധിപ്പിച്ചിരിക്കുകയാണ്. അതിന് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധമായ അഭിനന്ദനങ്ങളും അറിയിക്കുകയും ചെയ്യുന്നു. ഇനിയും നിങ്ങൾ എന്ത് ചെയ്യണം? ഇനിയും നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇത് ഈ വഴിവക്കിലാണ്, നല്ലൊരു പ്രദേശത്താണ്. ആരാധനാലയത്തെക്കുറിച്ച് പറയുന്നത്, ഇത് എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് അതിൻ്റെ സംഗതി. ഒരു മനുഷ്യൻ ഇത് ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്നാണ് വാർത്ത. അത് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മളങ്ങനെ സാധാരണ ആൾക്കാരോട് പറയാറില്ല. അത് നമുക്കൊരു പോരായ്മയാണോ എന്ന് ചോദിച്ചാൽ എന്താ, നമ്മളതിന് തീരുമാനിച്ചാൽ മതി. നമ്മൾ ആരും പറയാറില്ല. നമ്മൾ പറയും ഇന്ന അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക, ഇന്ന ഉപദേശം എടുത്ത് പ്രാർത്ഥിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത് എന്ത് ചെയ്യാറില്ല, ആരും അങ്ങനെ പറയാറില്ല. സീസക്കാർ പ്രത്യേകിച്ച് എന്ത് ചെയ്യാറില്ല, പറയാറില്ല. കാരണം നമുക്ക് അത്ര ഒരു എന്തില്ല, അതായിരിക്കും അങ്ങനെ പറയുന്നത്. ഒരു പക്ഷേ ശരിയാണെങ്കിൽ പോലും അതാണ് ഇത് സംഗതി. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കണം. പള്ളി എന്തിനു വേണ്ടിയാ പ്രതിഷ്ഠിക്കുന്നത്? ദൈവാലയം എന്തിനു വേണ്ടിയാ? പ്രാർത്ഥനാലയം. ആർക്കലാവാ? സകല ജാതികൾക്കും. ഒരു മനുഷ്യൻ, ഒരു ക്രിസ്ത്യാനിക്കെന്നില്ല, ഹിന്ദുവിനെന്നില്ല, മുസ്ലിമാനെന്നല്ല, ദൈവത്തിന്റെ ദൈവമായ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് വിശ്വസിച്ച ഒരു മനുഷ്യൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ അവൻ പ്രാർത്ഥന കേൾക്കണമെന്ന് സലോമോൻ 1ാമത്തെ ആലയം പ്രതിഷ്ഠിച്ചപ്പോൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞ് കേൾക്കുമെന്ന് പറഞ്ഞു. അതിന് വേർതിരിച്ചു. അതിന് വചനമുണ്ട്. എവിടെയെല്ലാം ദൈവസ്മരണയ്ക്കായി, ദൈവ ആരാധനയ്ക്ക് വേണ്ടി സ്ഥലങ്ങൾ വേർതിരിക്കുന്നു, അവിടെയെല്ലാം എന്തുണ്ട്? ദൈവത്തിന്റെ ദിവ്യമായ സാന്നിധ്യമുണ്ട്. അവിടെ ചെന്ന് നമ്മൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? ദൈവം കേൾക്കും. ഇത് എനിക്കും, ഒന്നാമത് എനിക്കും, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഒന്നാകേണ്ട ഒരു ബോധ്യമാണ്. ഏത് ദേവാലയത്തിൽ ആരുണ്ട്? ദൈവത്തിന്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ട്. അവിടെ പോയി ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? അത് ഒരു വിശ്വാസത്തിൻ്റെയും കൂടെ ഒരു കാര്യമാണ്. അതുകൊണ്ട് അതങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരട്ടെ. അതിന് മുഖാന്തരമായി അതിന് നേതൃത്വം കൊടുക്കാൻ, അതിന് കൈചൂണ്ടിയായിട്ട് നിൽപ്പാൻ എന്നെയും എൻ്റെ സഹശുശ്രൂഷ പ്രിയപ്പെട്ട അച്ഛന്മാരെയും ഉപദേശന്മാരെയും ഞങ്ങളെ സഹായിക്കാൻ, അല്ലെങ്കിൽ സഭയെ സഹായിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി അംഗങ്ങളെയും സഭാമക്കളെ ആകമാനമായും ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഇതുപോലെ വിഷമം അനുഭവിക്കുന്നത് കണ്ടാൽ എന്ത് ചെയ്യുക? നിങ്ങൾ പോയി എന്ത് ചെയ്യണം? പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത്. പള്ളിയിൽ പോയി വല്ല പ്രാർത്ഥന വിഷയമായിട്ട് പ്രാർത്ഥിക്കുക, അങ്ങനെ പ്രാർത്ഥിക്കുക, അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കാര്യം നമ്മൾ തന്നെ എന്ത് ചെയ്യുക? ദൈവത്തോട് ധാരാളം കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഇടമായി ഇത് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിനെ മുൻകൈ എടുത്ത എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ നാമത്തിൽ ഒരു പാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുത്താലും അതിനും പ്രതിഫലമില്ലാതെ പോകുകയില്ല എന്നാണ് അതിനും പറഞ്ഞിരിക്കുന്നത്. അതായത് പണം മാത്രമല്ല, പണമാണെങ്കിലും സമയമാണെങ്കിലും അധ്വാനമാണെങ്കിലും എന്തെല്ലാമെങ്കിലും ഒരാള് ദൈവനാമത്തിന് വേണ്ടി മനഃപൂർവ്വമായി ഹൃദയംഗമായി നൽകിയാൽ അത് കാണുകയും അതനുസരിച്ച് തിരികെ പകരം നൽകുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കാരണം ദൈവത്തിൻ്റെതാണ് ഇതെല്ലാം. നമ്മൾ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ കൊടുക്കുന്നു മാത്രമല്ല, അതാണ് ദൈവം മാനിക്കുന്നത്. അതുകൊണ്ട് ഇതിനു വേണ്ടി
നിങ്ങൾ ഇന്ന് ഇവിടെ വന്ന സമയം ചെലവഴിച്ചതും ഇതിനു വേണ്ടി എന്തെങ്കിലും ചെലവിട്ടിട്ടുണ്ടെങ്കിൽ അതും എല്ലാം ദൈവങ്ങൾക്ക് അനുഗ്രഹമായി തിരികെ തരട്ടെ, ദേശത്തിന് അനുഗ്രഹമായി തീരട്ടെ, സർവോപരി ദൈവനാമത്തിനാണ് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിച്ചു. ദൈവം നമ്മളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങ് നൽകിയ ഈ നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവേ, മണിയംപെട്ടിയിൽ അല്പസ്ഥലം വാങ്ങുവാൻ അവിടുത്തെ ജനത്തോട് ഒന്നിച്ചങ്ങി ആരാധിപ്പാൻ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. നേതൃത്വം നൽകിയതായ കർത്താവേ, കൂട്ടിക്കൽ എംപ്ലോയീസ് അസോസിയേഷനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പെൻഷൻ അസോസിയേഷനെ സ്തോത്രം ചെയ്യുന്നു. അവർ അധ്വാനത്തെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. നേതൃത്വം നൽകുന്ന കർത്താവെ, സഭാസത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയെ സൂക്ഷിക്കണമേ. ഇവിടെ സുവിശേഷമായി കടന്നു വന്ന് ഈ ജനത്തെ ഒരുക്കിയതായ സതീശനായി സ്തോത്രം ചെയ്യുന്നതാണ്. കർത്താവിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ക്രൂശിന്റെ മറവ് മറയ്ക്കണമേ. ഇവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണം. ഇന്ന് കർത്താവ് ഈ സ്ഥലം പ്രതിഷ്ഠിച്ചാപ്പിയുന്ന ഫ്രാൻസ് തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. DJ ബിജുവച്ചനായി സ്തോത്രം ചെയ്യുന്നു. ബിനോയ് P ജേക്കബച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കാം. ജോയ് കുമാർ സാറിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ഈ ശുശ്രൂഷ അങ്ങ് മാനിച്ച കൃപയ്ക്കായി സ്തോത്രം. ഇവിടെ മനോഹരമായിട്ട് ആലയം ഉയർന്നു വരുവാൻ സഹായിക്കണമേ. കർത്താവേ, ഇവിടെ അനേകർ അങ്ങയെ കണ്ടെത്തുവാൻ അങ്ങയുടെ സാക്ഷികളായി നിലനിൽപ്പാൻ സഹായിക്കണം. മഹത്വം അങ്ങെടുക്കണം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ. കീർത്തനം 207 കീർത്തനത്തിന്റെ 1ഉം 2ഉം ലാസ്റ്റും ചരണങ്ങളും ഒക്കെ പാടും. ആ സമയത്ത് സ്തോത്രാഴ്ച അർപ്പിക്കാവുന്നതാണ്. നിർബന്ധം അല്ല, അതിനൊരുങ്ങി വന്നവർക്ക് അത് അർപ്പിക്കാം. അത് നമ്മൾ ഈ ഫീൽഡിലെ ഉപയോഗത്തിന് വേണ്ടി ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഓർമ്മ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തരികയും അവനോടുകൂടെ സകലവും ഞങ്ങൾക്ക് സൗജന്യമായി നൽകുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ തിരുമുമ്പാകെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ഈ വഴിപാടുകൾ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ ദേഹം കൊണ്ടും ദേഹി കൊണ്ടും ആത്മാവ് കൊണ്ടും നിന്നെ സത്യമായും സ്വാതന്ത്ര്യമായും സേവിക്കുകയും നിന്റെ സേവയിൽ ഞങ്ങളുടെ പൂർണ്ണ സന്തോഷവും ആനന്ദവും കണ്ടെത്തുകയും ചെയ്യേണ്ടതിന് ഈ ദാനങ്ങളോടുകൂടെ ഞങ്ങളെ തന്നെ നിനക്ക് ഏൽപ്പിച്ചു തരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം.
എല്ലാവരെയും ദൈവത്തിന് സമർപ്പിച്ചിട്ടും പ്രത്യേകിച്ച് ഈ ഒരു മിഷൻ ഫീൽഡിൻ്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളെല്ലാം ഓർത്തുകൊണ്ട് எங்களை நேசிக்கிறதான நல்ல தகப்பனே, நல்ல வேலைக்காக உமக்கு நன்றி சமர்ப்பிக்கிறேங்க கர்த்தாவே. இந்த மணியம்பட்டி பகுதியிலே நாங்கள் கடந்து வரவும் ஆண்டவர் எங்களுக்காக தந்த இந்த பூமியிலே நின்று கர்த்தாவே ஒரு ஆலயம் கட்டுவதற்குரிய கர்த்தாவே ஆரம்ப கர்த்தாவே நேரத்தை ஆண்டவர் எங்களுக்கு தந்தபடிக்காக உங்களுக்கு நன்றி சமர்ப்பிக்கிறேன். இதற்கு முகாந்திரமாக இருந்த கர்த்தாவே குட்டிக்கல் சபையும் கர்த்தாவே அணக்கர சபையும் கர்த்தாவே போதகர்களையும் கர்த்தாவே எல்லாரையும் அவனுடைய சமூகத்தில் ஒப்புக் கொடுக்கிறோம். இந்த இடத்திலே வந்து கர்த்தாவே ஜெபித்து இதை வேறுதிரிக்க கர்த்தாவே ஸ்தோத்திரம் தெரிவித்தது ஆண்டவருக்கு நன்றி. என்னுடைய திருமேனி ஆண்டுடைய கரங்களில் ஒப்புக் கொடுக்கிறோம். ஆபீசர்ஸ் எல்லாவரையும் அச்சமார் கர்த்தாவே எல்லாவரையும் இருக்கிற ஜனங்கள் எல்லாவரையும் ஆண்டோடைய கரங்களில் ஒப்புக் கொடுக்கிறோம். சகலரையும் ஆண்டவர் ஆசீர்வதிக்க வேண்டுமாக ஜெபிக்கிறேன். வரும் காலங்களிலே இந்த இடத்திலே நல்ல ஒரு தேவாலயம் கட்டி எழுப்ப ஆண்டவர் உதவி செய்யும். திருநாமம் மட்டும் மகிமைப்படட்டும். இயேசுவின் நாமத்தில் ஜெபிக்கிறோம். ஜெபங்கேளுங்க நல்ல பிதாவே. ആശീർവാദം നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല കാര്യങ്ങളോടും പ്രത്യേകിച്ച് ഈ മിഷൻ വയലിന്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളോടും നിർമ്മാണ പ്രവർത്തനങ്ങളോടും കുടിവരകളോടും പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും ഇന്നേക്കിരിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടി. നമുക്ക് സമാധാനത്തോടെ തുടർന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതിന് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുക. ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത് വളരെ സന്തോഷവും അഭിമാനം നിറഞ്ഞതാകുന്ന ഒരു ദിവസമാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മണിയമ്പട്ടി ദേശത്ത് നിന്ന് പെട്ടെന്ന് പറയാം ഒരു കാരണം എന്ന് പറയുന്ന ഒന്ന്, എൻ്റെ പള്ളിയിൽ മേശിരിപ്പണിക്ക് പോകുന്ന ഒരു ദാവീദ് എന്ന് പറയുന്നൊരു അണ്ണനുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന തോമസ് എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹമാണ് ആദ്യമായിട്ട് അദ്ദേഹത്തോട് പറയുന്നത് ഞങ്ങൾ താമസിക്കുന്ന മണിയമ്പട്ടിയിലാണ്, അതുകൊണ്ട് അവിടെ കുറച്ച് പള്ളിയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് കമ്പത്തൊക്കെ, നിങ്ങൾ ആരെങ്കിലും വന്നൊന്ന് അവിടെ ഒരു പ്രാർത്ഥന നടത്തുകയാണ് നല്ലതാണെന്ന് പറഞ്ഞു. ഞങ്ങളത് കേട്ടു. അണ്ണൻ എന്നോട് പറയുകയും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വരാൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ നിന്നൊരു ഫാമിലി അണക്കര പള്ളിയിൽ ആരാധനയ്ക്ക് വരുന്നത്. ഇവിടുത്തെ സുരേഷും കുടുംബമാണ്, രതിയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അവിടെ വന്നു. ആദ്യം അവരാണ് വരുന്നത്. അവിടെ വന്ന് ആരാധനയെല്ലാം കഴിഞ്ഞ് എന്നെ കണ്ടിട്ട് പറഞ്ഞു, അയ്യാ നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളുടെ നാട്ടിൽ വരണം, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പറയുകയുണ്ടായി. ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പക്ഷെ ഞങ്ങളെ നയിക്കാൻ ആളില്ല, അതുകൊണ്ട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനും ദാവീദണ്ണനും കൂടെ ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ഈ നാട്ടിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ ഞാൻ ദാവീദണ്ണനോട് പറഞ്ഞു, ഇവിടെ ആവശ്യം നമുക്കൊരു മിഷൻ പ്രവർത്തനമാണ്, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാണ് രതിയുടെ വീട്ടിലും അന്ന് ചില വീടുകളിലൊക്കെ പോവുകയും തുടർന്ന് ഇപ്പോൾ ഇവിടെയുള്ള ആരോഗ്യണ്ണന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന ആരംഭിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥന ആരംഭിച്ച് ഇവര് അവിടെ ആരാധനയ്ക്ക് വരാൻ തുടങ്ങി. പക്ഷെ ഇവിടുത്തെ മുമ്പോട്ടുള്ള എൻ്റെ പ്രവർത്തനം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടുന്ന് ഇത്രയും ദൂരം കടന്ന് ഇവർ അണക്കര വരുന്നതും പ്രയാസമാണ്. ചിലപ്പോൾ ഞാനിവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിപ്പോയാൽ മറ്റൊരാൾ വന്നാൽ ചിലപ്പോൾ ഇങ്ങോട്ട് വരാനും ദൂരെ കൂടുതലുള്ളതുകൊണ്ട് പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഒരു സ്ഥായി ആയിരിക്കുന്ന ഒരു സുവിശേഷ വേല ആവശ്യമാണ്, ഇവിടെ ഒരു പ്രവർത്തനം ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനം ആരംഭിക്കുകയും ചില കുടുംബങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും സഹകരിക്കുകയും അങ്ങനെ ഇവിടെ ഒരു പ്രാർത്ഥന സ്ഥിരമായിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ചിന്നവറയ്യയുടെ മകൾ കമ്പത്ത് താമസിക്കുന്ന ആ പ്രിയ സഹോദരി പറഞ്ഞു, എൻ്റെ വീട് ഇവിടെ ചുമ്മാ കിടക്കുകയാണ്, അച്ഛാ അവിടെ വേണമെങ്കിൽ ഒരു പ്രാർത്ഥന തുടങ്ങിക്കോ, കുഴപ്പമില്ല, താക്കോലെല്ലാം ഞാൻ അവരെ ഏൽപ്പിച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു പ്രാർത്ഥന ആരംഭിച്ചു. ഇന്ന് ഏകദേശം സ്ഥിരമായിട്ട് നമുക്ക് 7 കുടുംബത്തോളം നമുക്ക് പ്രാർത്ഥനയിൽ സഹകരിക്കുന്നു. 3-4 കുടുംബത്തോളം അങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടെ കുറച്ച് പേര് സഹകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഈ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചത്. ഈ മണിയമ്പട്ടി എന്ന് പറയുന്നത് വളരെ സാധാരണക്കാര് ജീവിക്കുന്ന ഒരിടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഇവിടെ ഒരു ദൈവവേല ആവശ്യമാണെന്ന്, ഇവരുടെ വളർച്ചയ്ക്ക്, ആത്മീക ഭൗതിക വളർച്ചയ്ക്ക് നമ്മുടെ ഒരു ഗൈഡൻസ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുകയുണ്ടായി. ഞാനത് ആത്മീകമായിട്ട് മാത്രമല്ല, ഇവരുടെ കുഞ്ഞുങ്ങളുടെ ആയിരിക്കും പഠന കാര്യത്തിലാണെങ്കിലും എനിക്ക് പറ്റുന്ന പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കുകയും ഞാൻ ഇവരോട് സംസാരിക്കും. അതുപോലെ തന്നെ പലരും സുഖമില്ലാതിരിക്കുന്ന ഭവനങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയും പലരും എന്നെ വിളിക്കാറുണ്ട്, അച്ഛാ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരാതെ പോകരുത്, വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാമെന്ന് പറയാറുണ്ട്. മിക്കപ്പോഴും ഞങ്ങൾ ഇവിടെ വരാറുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കാണ് ഇത് പ്രാർത്ഥന. ഇപ്പോൾ ഇവിടുത്തെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് വൈകിട്ട് ഒരു ഞായറാഴ്ച പ്രാർത്ഥനയും മറ്റേ ഞായറാഴ്ച ഹൗസ് വിസിറ്റുമാണ്. അങ്ങനെയാണ് ഇവിടെ പ്രവർത്തനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. അഭിവന്യ തിരുമേനി, പ്രിയ ബഹുമാനരായിരിക്കുന്ന അച്ഛന്മാര്, ഡയസിസ് ഓഫീസേഴ്സ്, ഞാനിവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ തിരുമേനിയോട് ഇങ്ങനെ നിന്ന് സംസാരിക്കേണ്ട, ഇങ്ങനെ ഒരു പുതിയൊരു മേഖലയിൽ ഞാൻ പോകുന്നുണ്ട്, ഒരു മിഷൻ പ്രവർത്തനവുമായിട്ട്. തിരുമേനി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാനത് തുടർന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ തിരുമേനി പറഞ്ഞു, ധൈര്യമായിട്ട് തുടർന്നോ,
അച്ഛൻ എന്തൊക്കെ പ്രവർത്തനം അവിടെ ചെയ്യാൻ പറ്റുമോ ആ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം, ആരെങ്കിലും നമുക്ക് വരികയാണെങ്കിൽ സപ്പോർട്ടേഴ്സിനെ കണ്ടെത്തി നമുക്ക് ഇവിടെ ഒരു മിഷൻ സെന്ററാക്കി മാറ്റാം എന്നോട് പറയുകയുണ്ടായി. തുടർന്ന് അത് തിരുമേനി തന്നെ മിഷനിൽ പറയുകയും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഈപ്പനച്ചനോട് സംസാരിക്കുകയും ചെയ്തു. ഈപ്പനച്ചനോട് സംസാരിച്ചപ്പോഴും പറഞ്ഞു, നീ പോയി പ്രവർത്തിക്കുക, ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഈപ്പനച്ചൻ മുഖേനയാണ് വാസ്തവത്തിൽ കൂട്ടിക്കൽ സഭയുമായിട്ട് ഈ ബന്ധത്തിലേക്ക് വരുന്നത്. കൂട്ടിക്കൽ സഭയുമായിട്ട് സംസാരിക്കുകയും പ്രിയപ്പെട്ട ഷായ് സാറും ജോൺ സാറും അവിടെയുള്ള സുഹൃത്തുക്കള് എന്നെ വിളിക്കുകയും ഞങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരിവിടെ വന്നു, കണ്ടു, ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്ഥലം കാണുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകും, കർത്താവ് ഇവിടെ ഒരു ആലയം പണിയുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വരുമ്പോഴെല്ലാം ഈ സ്ഥലത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചിട്ട് പോകും. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഈ സ്ഥലം കൊടുക്കാനിട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞത്. അങ്ങനെ ഇതിന്റെ ഓണറെ ഞങ്ങൾ കണ്ടെത്തി സാബുച്ചേട്ടനുമായിട്ട് സംസാരിച്ചു. സാബുച്ചേട്ടൻ പറഞ്ഞു, ഒരു വില പറഞ്ഞു, നമ്മൾ സംസാരിച്ചു. ലാസ്റ്റ് പള്ളി ആണ്, ആലയമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചൊക്കെ വില നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അദ്ദേഹം ഈ സ്ഥലം നമുക്ക് തരികയാണ് ഉണ്ടായത്. അതുകൊണ്ട് സാബുച്ചേട്ടന് നമുക്കിവിടെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ കൂട്ടിക്കൽ എംപ്ലോയീസ് അസോസിയേഷൻ, അവിടുത്തെ സഭ, നിങ്ങളുടെ ആത്മാർത്ഥമായ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനയുമാണ് ഇവിടെ ഒരു സ്ഥലം വാങ്ങിക്കുവാനിടയായത്. നിങ്ങളുടെ മിഷൻ ദൗത്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടെ വന്ന് കണ്ട് ഇവിടുത്തെ വീടുകളൊക്കെ സന്ദർശിച്ച്, ഇവിടെ എന്നെക്കാട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉള്ളവരെ ഇപ്പോൾ നല്ല പരിചയമാണ്. അത്രത്തോളം നിങ്ങൾ ആത്മാർത്ഥമായി സഹകരിച്ചു. പിന്നെ നിങ്ങൾക്കറിയാം, ഒരു ഇടവകയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രവർത്തനം പോകുമ്പോൾ ഇടവകയുടെ പ്രവർത്തനത്തെ ചെറുതേ തോതിൽ ഇത് ബാധിക്കും. എന്നാൽ അവിടുത്തെ കമ്മിറ്റിയും സഭയും എനിക്ക് പൂർണ്ണ സപ്പോർട്ട് തന്നു. അച്ഛാ പൊയ്ക്കോ, അച്ഛൻ വർക്ക് ചെയ്തു, ഞങ്ങൾ കൂടെ ഉണ്ട്, കുഴപ്പമില്ല എന്ന് പറയുകയും അങ്ങനെ ഇവിടെ വരികയും ചെയ്തു. ഇതിനെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഇന്ന് സമയം കണ്ടെത്തി, വളരെ തിരക്കുകളുടെ നടുവിൽ, എനിക്കറിയാം എനിക്ക് ഒരുപാട് തിരക്കുകളാണെന്നെങ്കിലും അതിന്റെ നടുവിൽ സമയം കണ്ടെത്തി നമുക്കിങ്ങനെ ഒരു സമയം തന്ന ഈ ദേശത്തേക്ക് വരികയും ഈ ഭൂമി പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കുകയും അനുഗ്രഹീതമാകുന്ന സന്ദേശം നൽകുകയും ചെയ്ത അഭിമന്യ തിരുമേനിയെ ഈ സമയത്ത് ഹൃദയംഗമായിട്ട് പണിയും പെട്ടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ തിരുമേനിയെ ഷോളിട്ട് സ്വീകരിക്കാൻ വേണ്ടി കൂട്ടിക്കൽ കൈക്കാരനെ ക്ഷണിക്കും. അടുത്ത കൈക്കാരൻ കൂട്ടുന്നു. തിരുമേനി സമയം തന്നു കഴിഞ്ഞതിന് ശേഷമാണ് പ്രിയപ്പെട്ട ക്ലർജി സെക്രട്ടറി അച്ഛനും ഓഫീസേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചത്. ക്ലർജി സെക്രട്ടറി അച്ഛനോട് സംസാരിച്ചപ്പോൾ തന്നെ അച്ഛൻ വരാമെന്ന് സമ്മതിച്ചു. ബഹുമാനപ്പെട്ട ബിജോയ് അച്ഛൻ നമ്മോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ട ബിജോയ് അച്ഛനെ നമ്മുടെ ഫീൽഡിലേക്ക് ഹൃദയംഗമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ജില്ലയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട റവറൻഡ് ഡോക്ടർ ബിനായ് പി ജേക്കബ് അച്ഛൻ ഈ പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ അച്ഛനുമായിട്ട് സംസാരിക്കുകയും അച്ഛന് ഈ സ്ഥലത്തെക്കുറിച്ച് നേരത്തെ അറിയാം. കാരണം അച്ഛൻ്റെ കുറച്ച് ബന്ധുക്കളൊക്കെ അപ്പുറത്ത് താമസിക്കുന്നുണ്ട്. അച്ഛന് നേരത്തെ അറിയാം ഈ സ്ഥലത്തെക്കുറിച്ച്. അച്ഛൻ പൂർണ്ണമായി സപ്പോർട്ട് നൽകുകയും എപ്പോൾ വിളിച്ചാലും ഈ ഫീൽഡിനെ കുറിച്ചും ഇവിടുത്തെ ശുശ്രൂഷയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ വലിയ സപ്പോർട്ടാണ് അച്ഛൻ നൽകുന്നത്. അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. കട്ടപ്പന ജില്ലാ ചെയർമാൻ ബഹുമാനപ്പെട്ട ബിനോയ് പി ജേക്കബ് അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഈപ്പനച്ചൻ, മിഷന്റെ ഈ ഇപ്പോഴത്തെ നമുക്ക് നേതൃത്വം നൽകുന്ന ഈപ്പനച്ചനാണ്. അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. അച്ഛനോട് സംസാരിച്ചു. അച്ഛൻ പൂർണ്ണ സപ്പോർട്ടാണ് ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛനെ നമ്മുടെ ഈ യോഗത്തിലേക്ക് പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂട്ടിക്കൽ ഇടവക വികാരി ആയിരിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള സെബാസ്റ്റ്യൻ അച്ഛൻ കൂട്ടിക്കൽ കമ്മിറ്റിയോടും അതുപോലെ തന്നെ എംപ്ലോയീസ് അസോസിയേഷനും സഭയ്ക്കും ശക്തമായ നേതൃത്വം നൽകുന്നു. അച്ഛൻ്റെ വലിയൊരു സപ്പോർട്ട്. അച്ഛൻ ക്ലർജി മീറ്റിംഗിന് വരുമ്പോഴും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛൻ്റെ എല്ലാ സപ്പോർട്ടും നേതൃത്വവും ഇതിന്റെ പിന്നിലുണ്ട്. പ്രിയപ്പെട്ട അച്ഛനെ നമ്മൾ മണിയമ്പട്ടിയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മഹായിടവക രജിസ്ട്രാർ ജോയ് കുമാറിനെ, അണ്ണനുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അണ്ണനും ഈ ഫീൽഡിനെ കുറിച്ച് അറിയാം. അണ്ണൻ വളരെ പ്രാർത്ഥിക്കുകയും എപ്പോൾ കാണുമ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ നെടുങ്കണ്ടത്താണ് താമസിക്കുക. മഹായിടവകയുടെ രജിസ്ട്രാറായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട മഹായിടവക രജിസ്ട്രാർ ജോയി എന്ന അദ്ദേഹമായിട്ട് നമ്മുടെ ചെല്ലാർകോവിൽ സഭാ ശുശ്രൂഷകൻ പ്രിയപ്പെട്ട യേശുദാസ് സാറും ഇടയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ട് പല മിനിസ്ട്രിക്കും. പ്രിയപ്പെട്ട സാർ നമ്മോടൊപ്പം ഉണ്ട്. സാറിനെ പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യും. കോർഡിനേറ്റർ ടി.ഡി. ജോൺസൺ സാർ നമ്മോടൊപ്പം ഉണ്ട്. സാറ് മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത ദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. ഇതിന്റെ സപ്പോർട്ടീവിന് സാമ്പത്തികം കണ്ടെത്താനും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ്. പ്രിയപ്പെട്ട ടി.ഡി. ജോൺസൺ സാറിനെ പ്രത്യേകമായിട്ടും ഞാൻ സ്വാഗതം ചെയ്യും.
ഇനി ആരുമില്ലല്ലോ. അച്ഛനെ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യും. കൂട്ടിക്കൽ നിന്ന് വന്ന എല്ലാ വിശ്വാസ സമൂഹത്തെ എംപ്ലോയീസ് അസോസിയേഷൻ അംഗങ്ങൾ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മണിയമ്പട്ടിയിലെ നമ്മുടെ മക്കൾ അവർ നമ്മോടൊപ്പം ഉണ്ട്. ഇന്ന് പലരും ജോലി വേണ്ടെന്ന് വെച്ച് വന്നു, പലരും ജോലി സ്ഥലത്തു നിന്നാണ് വന്നത്. നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അണക്കരയിലെ ചർച്ച കമ്മിറ്റി സഭാ മക്കളുണ്ട്, ഇവിടുത്തെ ദേശനിവാസികളുണ്ട്. നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ പ്രവർത്തനത്തെ ഓർത്ത്, ഇവിടുത്തെ മുമ്പോട്ടുള്ള പ്രവർത്തനം ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മളൊരാളെ ആദരിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ നിന്ന് കഴിഞ്ഞ വർഷം SSLC പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടിയ നമ്മുടെ ഇവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അണക്കര സഭാംഗം, ഇവിടുത്തെ അംഗവുമായിരിക്കുന്ന പ്രിയപ്പെട്ട സുരേഷിന്റെ മകൻ വിശാല്, അദ്ദേഹം ഇപ്പോൾ ITIക്ക് കട്ടപ്പനയിൽ പഠിക്കുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ മൊമന്റോ കൊടുത്തും ക്യാഷ് അവാർഡ് കൊടുത്തും അഭിനന്ദ തിരുമേനി ആദരിക്കുന്നതാണ്. അസോസിയേഷൻ ആൾക്കാർ വന്നേ വന്നേ എല്ലാവരും ചേർന്ന് കൊടുത്തോ മോനെ. എല്ലാവർക്കും ചായ കരുതിയിട്ടുണ്ട്. ധൃതിയുള്ള ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവുമുള്ള അഭിനന്ദിയ ഫ്രാൻസിസ് തിരുമേനി, ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ക്ലർജി സെക്രട്ടറി PJ ബിജോയി അച്ഛൻ, ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ജോയ് കുമാർ സാർ, മിഷൻ ബോർഡ് ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനമുള്ള ഈപ്പനച്ചൻ, കട്ടപ്പന ജില്ലാ ചെയർമാനായി സേവനമനുഷ്ഠിക്കുന്ന ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ഡോക്ടർ ബിലോയ് P ജേക്കബച്ചൻ, സ്നേഹമുള്ള സിൽറായി സാറ്, സ്നേഹമുള്ള TD ജോൺസൺ സാർ, ഇവിടെ ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള അണക്കര ഇടവികാരി, ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ബഹുമാനമുള്ള സതീഷ് അച്ഛൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അണക്കരയിലെ ദൈവമക്കളെ, കൂട്ടിക്കലിലെ വന്ന പ്രിയപ്പെട്ടവരെ, ഈ ദേശനിവാസികളെ, ഏവർക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ കൂട്ടിക്കൽ ഇടവകയിൽ നിന്നും സ്നേഹവന്ദനത്തെ ഈ സമയത്ത് അറിയിക്കുകയാണ്. വളരെ സന്തോഷത്തോടും അതിലുപരി ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇപ്രകാരമുള്ള സന്ദർഭത്തിനായി നോക്കി പാർത്തതും ഇന്ന് അത് സഫലമായി തീരുവാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ സഹായിച്ചതും എന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വളരെ അപ്രതീക്ഷിതം എന്നവണ്ണമാണ് ഇങ്ങനെ ഈ ദേശത്തേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം തമ്പുരാൻ കൃപ നൽകിയത്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നാം ചിന്തിക്കുമ്പോൾ, അഥവാ ഞാൻ ചിന്തിക്കുമ്പോഴും ദൈവസന്നിധിയിലും അപ്രതീക്ഷിതമല്ല എന്നുള്ള വലിയ ബോധ്യമുണ്ട്. മുന്നമേ തന്നെയുള്ള ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയുമാണ് ഇതിന് കാരണമായി തീർന്നത് എന്ന് നിശ്ചയമായിട്ടും മനസ്സിലാക്കുന്നു. ഇന്ന് ഇവിടെ കടന്നു വരുവാനും ഈ നല്ല അനുഭവത്തിൽ പങ്കുചേരുവാനായിട്ടും സാധ്യമായത് ദൈവത്തിന്റെ വലിയ കൃപയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ ദേശത്തെ കുറിച്ച് അഭിനന്ദ തിരുമേനി വളരെ മനോഹരമായി ഇതിന്റെ ചരിത്രങ്ങളൊക്കെ നമുക്ക് നൽകി തരികയുണ്ടായി. മനസ്സിലാക്കിയിടത്തോളം ഇത് വളരെ സാധ്യതയുള്ളതായ ഒരു ദേശമായിട്ട് ഇതിനെ കാണുകയാണ്. പ്രത്യേകിച്ച് വളരെ ഏറ്റവും സുന്ദരമായ ഒരു പ്രദേശം, ഏറ്റവും നിരപ്പുള്ളതായ ഒരു പ്രദേശം, എന്തിനും ഏതിനും പോകുന്നതായ തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനായിട്ട് ഇവിടെ സാധ്യമായി തീരുന്നു. അങ്ങനെ ഇന്ന് ഇവിടെ ഈ ഒരു പ്രതിഷ്ഠാ ശുശ്രൂഷ പ്രാരംഭം കുറിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഉള്ളതിനാലും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇതൊരു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് മേഖലയും ബന്ധപ്പെട്ടുള്ളതായ ഒരു മേഖലയാണ്. അതുകൊണ്ട് ഒരു സഭ നിർമ്മിക്കുമ്പോൾ, അതിന് ഒരു ദേവാലയം നിർമ്മിക്കുമ്പോൾ അതിന് അനന്തമായ സാധ്യതകൾ ഈ ദേശത്തുണ്ട്, ഉണ്ടാകും എന്നതിൽ സംശയമില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വരും നാളുകളിൽ ഇവിടെയുള്ള മണിയമ്പട്ടിയിലുള്ള ജനങ്ങൾ മാത്രമായിരിക്കില്ല ആരാധനയ്ക്കായിട്ട് ഇവിടെ കൂടി വരിക. വിദേശികളും സ്വദേശികളുമായ അനേകരുടെ ഒരു നിര തന്നെ നിശ്ചയമായിട്ട് നമുക്ക് ദർശിക്കുവാനായിട്ട് വരും നാളുകളിൽ സാധ്യമാകും എന്നതിൽ സംശയമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതൊക്കെ ആയിരുന്നാലും ഇതെല്ലാം തമ്പുരാന്റെ കയ്യിലിരിക്കുന്നു. ദൈവം എല്ലാം സാധ്യമാക്കി തരട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അധികരിപ്പിക്കുന്നില്ല. ഈ സമയത്ത് ഈ മഹത്തരമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ഇവിടെ കടന്നു വന്ന ഈസ്റ്റ് കേരള മഹായിടവക അധ്യക്ഷൻ, ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള
ആദരണീയനായ ഫ്രാൻസിസ് തിരുമേനിക്ക് നാളുകളിൽ ഒട്ടനവധിയായ ശുശ്രൂഷകൾ നമ്മുടെ മഹാവിൽ മാത്രമല്ല കൊല്ലംകൊട്ടാര ഡയസിസിൽ മറ്റിടങ്ങളിൽ അനേക ഇടങ്ങളിൽ ശുശ്രൂഷ നേതൃത്വം നൽകി വരുന്നു. തിരുമേനി സമയം കണ്ടെത്തി ശ്രമപ്പെടുത്തിയതുപോലെ ഇവിടെ കടന്നു വന്ന് ഈ മഹത്വപൂർവമായ ശുശ്രൂഷ നിർവഹിക്കുകയും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും പ്രത്യേകിച്ച് ദേവസ്വ നിവാസികളെ ഒന്ന് കണ്ട് അവരെ അനുഗ്രഹിക്കാനായിട്ട് തിരുമേനി കാണിച്ച ആ നല്ല മനസ്സിനെ നന്ദിയോട് സ്തോത്രം ചെയ്യുകയും ഈ നേതൃത്വം കൊടുത്ത തിരുമേനിക്ക് എല്ലാവിധമായിരിക്കുന്ന നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് കുട്ടികളുടെ ഇടവകളുടെ പേര്, ഇവിടുത്തെ മണിയമ്പെട്ടി ദേശവാസികളുടെ പേരില്, അണക്കര ദേശവാസികളുടെ പേരില്, എല്ലാവരുടെയും പേരില് സമയത്ത് അറിയിക്കുന്നു. അപ്രകാരം തന്നെ ഏറ്റവും സ്നേഹം ബഹുമാനം ക്രജീയ സെക്രട്ടറി ജോയിസ് നാളുകളിൽ ഒട്ടനവധി തിരക്കിന്റെ മധ്യത്തിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ മധ്യത്തിലും ഇവിടെ കടന്നു വന്ന് ശുശ്രൂഷയ്ക്ക് പങ്കുചേർന്ന് നേതൃത്വം കൊടുക്കുവാനിടയായി അച്ഛനോട് നന്ദിയും സ്നേഹവും എല്ലാവരുടെ പേരിലും സമയത്ത് അറിയിക്കുന്നു. പ്രകാരം തന്നെ ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള നമ്മുടെ രജിസ്ട്രാർ ജോയ് കുമാർ സാറ് വളരെ സന്തോഷത്തോടു കൂടി മുന്നമേ വളരെ നേരത്തെ ഇവിടെ കടന്നു വന്ന് ഈ നേതൃത്വം കൊണ്ടുപോകാൻ നമ്മുടെ സന്തോഷം പങ്കിടുവാനായിട്ട് സന്മനസ് കാണിച്ചു. നന്ദിയും സ്നേഹവും എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. മഹായിടവക മിഷൻ ബോർഡ് ഡയറക്ടർ, കുട്ടികൾ ഇടവക അംഗമായിരിക്കുന്ന ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള നന്ദിയും സ്നേഹവും ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പേരിലും ഈ സമയത്ത് അറിയിക്കുകയാണ്. കട്ടപ്പന ജില്ലാ ചെയർമാൻ ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ഡോക്ടർ ബിനോയ് പി ജാക്കബച്ചൻ അച്ഛന് ഈ ദേശത്തെ കുറിച്ച് നല്ല പരിചയമുണ്ട് എന്ന് മനസ്സിലാക്കുന്നുവല്ലോ. ശുശ്രൂഷയൊക്കെ ഈ നാളുകളിൽ ഈ ദേശം നിർവഹിക്കുവാനായിട്ട് ഇടയായി. അച്ഛനും വന്ന് ശുശ്രൂഷ നേതൃത്വം കൊടുത്തു. നന്ദിയും സ്നേഹവും എല്ലാവരുടെ പേരിലും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രകാരം തന്നെ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ഇത്ര മനോഹരമായ ഒരു കൂടിവരവ് ഇവിടെ സാധ്യമാക്കി തീർക്കുവാൻ ഇതിനു വേണ്ട എല്ലാ മുൻകരുതലുകളും എല്ലാ കാര്യങ്ങളും ചെയ്തത് അണക്കരയുടെ വികാരിയായിരിക്കുന്ന സ്നേഹവും ബഹുമാനമുള്ള സതീഷ് അച്ഛനാണ്. അച്ഛന് നമ്മുടെ കുടുംബാംഗം തന്നെയാണ്, ഇതിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യം എനിക്കറിയാം, എങ്കിലും ഇതിനെല്ലാം വലിയ പ്രത്യക്ഷനെ ഏറ്റവും ബഹുമാനത്തോട് നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രകാരം തന്നെ സ്നേഹമുള്ള സുൽരാജ് സാറ്, യേശുദാസ് സാറ്, നന്ദിയും സ്നേഹവും ഒരു വാക്കിൽ എല്ലാവരുടെയും പേരിൽ ഈ സമയത്ത് അറിയിക്കട്ടെ. മഹാട് വിഷ്ണുവിന്റെ പ്രൊമോഷൻ ശ്രമിച്ചിരിക്കുന്ന ജോൺസൺ സാറ് നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് ഒരു വാക്കിൽ അറിയിക്കുന്നു. പ്രകാരം തന്നെ ഇവിടെ കൂടി വന്നതായ നിങ്ങൾ ഓരോരുത്തരുമാണ് ഇത് മഹത്തരമാക്കി തീർക്കുവാൻ മുൻകൈ എടുത്തത്. പ്രത്യേകിച്ച് ഈ ദേശത്ത് നിവാസികളായ അനേകരുണ്ട്. അവരുടെ താല്പര്യമാണല്ലോ ഇതിന് പിൻപിൽ നാം കാണുന്നത്. അവരുടെ ജോലിയൊക്കെ മാറ്റിവെച്ചിട്ട് ഇവിടെ കടന്നു വരുവാനും ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാനും ഈ സ്നേഹ പങ്കുകൊള്ളുവാനൊക്കെ കർത്താവ് കൃപ നൽകി. ഈ ദേശ നിവാസികളായ എല്ലാവരും തുടർന്ന് നിങ്ങളാണ് ഇതിനെ നേതൃത്വം കൊടുക്കേണ്ടത്, നിങ്ങളാണ് നയിക്കേണ്ടത്. നിങ്ങൾ എല്ലാവരെയും ഒരു വാക്കില് നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. പ്രകാരം തന്നെ അണക്കര ഇടവിൽ നിന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, കമ്മിറ്റി ചർച്ച കമ്മിറ്റി ഭാരവാഹികളുണ്ട്, ദിവജനമുണ്ട്. എല്ലാവരെയും ഒരു വാക്കിൽ നന്ദിയും സ്നേഹവും സമയത്ത് അറിയിക്കുന്നു. പ്രകാരം തന്നെ കുട്ടിക്കൽ ഇടവക അംഗങ്ങളുണ്ട്, നേതൃത്വം കൊടുക്കുന്ന എംപ്ലോയീസ് അസോസിയേഷൻ ഉണ്ട്. ഇതിന്റെ ഭാരവാഹികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, അത് മാത്രമല്ല ഇന്ന് ഇവിടെ വരുവാൻ താല്പര്യമുണ്ടായിട്ടും സാഹചര്യം മുഖാന്തരം വരാതിരിക്കുന്നതായ അനേകരുണ്ട് കുട്ടിക്കൽ ഇടവകയിൽ. അവരുടെ പ്രാർത്ഥന ഇതിന് പിൻപിലുണ്ട്, നിശ്ചയമായിട്ടുമുണ്ട്. വരും നാളുകളിൽ ഇടവകയുടെ കൂട്ടായ പ്രവർത്തനം, ഒരുമിച്ചുള്ള പ്രവർത്തനം, ഇതിന്റെ എല്ലാവിധമായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കും ഏറെ പ്രചോദനകരമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും കുട്ടിക്കൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുമിച്ച് നന്ദിയും സ്നേഹവും സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇതിനുവേണ്ടി അധ്വാനിച്ചതായ മറ്റു പലരും ഉണ്ട് മനസ്സിലാക്കുന്നു. ചുറ്റുപാട് വസിക്കുന്നതായ കുടുംബാംഗങ്ങളുണ്ട്. അവരെല്ലാം ഇതിന്റെ ഭാഗമാണ്, ഇതിൽ യാതൊരു സംശയവുമില്ല. ഒരു നാളുകളിലും അവരെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ദേശനിവാസികൾ എല്ലാവരെയും ഒരു വാക്കില് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഏറെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ഇവിടെ ആരംഭിച്ചതായ സമയം മുതൽ ഇപ്പോൾ വരെയും ഇതിന് വിശ്വസിച്ചിരിക്കുന്നതായ ജെറമോസ് ഉണ്ട്. ജെറമോസ് നന്ദി പറയാതിരിക്കാൻ പറ്റുന്നില്ല. ജെറമോസിനെയും ഒരു വാക്ക് നന്ദി ഞാൻ സമയത്ത് പറയുകയാണ്. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും, ജയമോൻ സാറ്, ഓക്കെ, ഓഫീസ് ജയമോൻ സാറിനെ നന്ദി അറിയിക്കുന്നു. അങ്ങനെ വന്നിരിക്കുന്ന എല്ലാവരെയും, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു ഒത്തുചേരലിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ സംഹരിക്കും. ഇവിടെ വന്നവരെല്ലാം അവിടെ ഇറങ്ങി നിൽക്കുക.